ഇതെന്താ? ഷേർഖാനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കഴുത വന്നിരിക്കുന്നു. ഈ കഴുതയായിരിക്കും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും ഷേർഖാനെ രക്ഷിക്കാൻ പോകുന്നത്. ഒരു രാവിലെ സോനുപ്രാവിന്റെ ശബ്ദം കേട്ട് എല്ലാ മൃഗങ്ങളും കണ്ണു തുറന്നു. എല്ലാ കാട്ടുവാസികളും കേട്ടോളൂ, കാടിന്റെ അരികിലായുള്ള ഗോൾഡി പുലിയുടെ സഹോദരൻ പിത്തിപ്പുലി ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും അവനെ സൂക്ഷിക്കണം. ഇതു കേട്ടപ്പോൾ ഡങ്കി കഴുതയുടെ ചെവികൾ ഉയർന്നു നിന്നു. അവൻ ചിന്തിച്ചു, പെറ്റിപ്പുലിയോ? ഇവന്റെ പേര് കേട്ടാൽ തന്നെ അറിയാം ഏതോ ചെറിയ പുലിയാണെന്ന് തോന്നുന്നു. ഷേർഖാനാണെങ്കിൽ കാട്ടിലുമില്ല. ഞാനിപ്പോൾ പോയി അവനെ ആക്രമിച്ച് എല്ലാവരെയും രക്ഷിച്ചാൽ എനിക്ക് ഈ കാട്ടിലൊരു ഹീറോയായി മാറാം. ഇത് ചിന്തിച്ചുകൊണ്ടവൻ വേഗം കാടിന്റെ അതിർത്തിയിലേക്ക് ഓടി. എടാ ഡങ്കി, നീ എവിടേക്കാ പോകുന്നത്? പിത്തിപ്പുലി നിന്റെ കഥ കഴിക്കുമേ. അവനെ വഴിയിൽ ഒരുപാട് മൃഗങ്ങൾ തടഞ്ഞു. എന്നാൽ അവൻ ആരും പറയുന്നത് വകവെച്ചതേയില്ല. അവൻ കാടിന്റെ അതിർത്തിയിലേക്ക് വന്ന് അലറി, പിറ്റിപ്പുലി, നീ എവിടെയാണ്? ഞങ്ങളുടെ കാടിലേക്ക് കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇത് കേട്ട് ഒരു വലിയ പുലി കുറ്റിക്കാടിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇത് കണ്ടതും അവന്റെ കിളിയും പറന്നു. അയ്യോ ദൈവമേ, ഇതിനിട്ടിരിക്കുന്ന പേരും ഇതിന്റെ സൈസും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. നീയാണോ എന്നെ കൊല്ലാൻ വന്നത്? നിൽക്ക്, ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ ഒരു കഷ്ടമാക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഡങ്കിയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നാൽ അപ്പോൾ തന്നെ അവിടെ ഷേർഖാനും വന്നു. എന്റെ കാട്ടിലെ മൃഗങ്ങളെ നീ ഉപദ്രവിക്കാറായോ? അതിനുള്ളത് ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് തരാം. ഇങ്ങനെ പറഞ്ഞു ഷേർഖാൻ പുലിയുടെ നേരെ ചാടി വന്നു. അവനെ ഒരുപാട് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഷേർഖാൻ, ഇതിനുള്ളത് ഞാൻ നിനക്ക് തിരിച്ചു തരുന്നുണ്ട്. ഡങ്കി, നീ ഒരു കഴുതയായിരുന്നിട്ട് പോലും ആ പുലിയെ ആക്രമിക്കാൻ എന്തിനു വന്നു? അവന്റെ പേര് പിദ്ദി എന്നാ. ഞാൻ കരുതി വല്ല കുഞ്ഞി പുലിയുമായിരിക്കുമെന്ന്. എന്നാൽ ഇവൻ കാള പോലെ ഉയരണം. ഇത് കേട്ടതും ഷേർഖാൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഡങ്കി കഴുത കറുത്ത കുന്നിലേക്ക് പോകുകയായിരുന്നു. അപ്പോൾ അവനൊരു സീബ്രയെ കണ്ടു. വരൂ എന്റെ പ്രിയപ്പെട്ട ഉപഭോക്താവേ, എന്റെ മാന്ത്രിക ഇല നിങ്ങൾ കഴിച്ചു നോക്കൂ. ഒരു ഇല കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 10 മിനിറ്റത്തേക്ക് മാഞ്ഞു പോകും. എന്താ പറഞ്ഞേ? ഒരു ഇല കഴിച്ചാൽ 10 മിനിറ്റ് മാഞ്ഞു പോകുമെന്നോ? എന്ന് വെച്ചാൽ എന്നെ ആർക്കും കാണാൻ പറ്റില്ലേ? ആഹാ, ആർക്കും കാണാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചു നോക്കിക്കോളൂ. ശരി, ഇപ്പോൾ തന്നെ കഴിച്ചു നോക്കിയേക്കാ. ഇങ്ങനെ പറഞ്ഞവൻ ഒരു ഇല കഴിച്ചു. അപ്പോൾ അവിടെ നിന്ന് 2 മുയലുകൾ ശബ്ദമുയർത്തി. അയ്യോ, ഇവിടെ നിന്ന് കഴുത എവിടെ പോയി? ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, സത്യമായിട്ടും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ? ഡങ്കി, ഇവർക്ക് 2 പേർക്ക് മാത്രമല്ല, നിന്നെ എനിക്കും കാണാൻ പറ്റുന്നില്ല. നീ എവിടെയാ? ഇത് കേട്ടതും ഡങ്കി സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഇനിയാണ് കളി കിടക്കുന്നത്. ഡങ്കി, 2 മിനിറ്റ് കഴിയാറായി. ഇനി നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. ശരി, എനിക്ക് 2 ഇലകൾ കൂടി താ. ഇതാ, നീ ആദ്യത്തെ ഉപഭോക്താവാ, അതുകൊണ്ട് 2ഉം സൗജന്യം. ആ 2 ഇലകളും എടുത്തുകൊണ്ട് ഡങ്കി അവിടെ നിന്നും പുറപ്പെട്ടു. ഷേർഖാൻ അപ്പോൾ കാട്ടിൽ കറങ്ങി നടക്കുകയായിരുന്നു. പെട്ടെന്നവൻ ഗുഹയിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഷേർഖാൻ, എന്നെ രക്ഷിക്കൂ, അല്ലെങ്കിൽ ഈ കരടി എന്നെ കഴിക്കും. ഞാൻ അടുത്തുള്ള കാട്ടിലുള്ള ഒരു ആടാണ്. അയ്യോ, എനിക്ക് തോന്നുന്നു ഈ ഗുഹയ്ക്കകത്ത് ഒരു ആടുണ്ടെന്ന്. എനിക്കതിനെ രക്ഷിച്ചേ പറ്റൂ. ഇങ്ങനെ പറഞ്ഞ് ഷേർഖാൻ എപ്പോൾ ഗുഹയ്ക്കകത്ത് കയറിയോ, അവനവിടെ ഗോൾഡി പുലിയെയും പിത്തി പുലിയെയും കണ്ടു. നിങ്ങൾ ഇവിടെ? ആ ആടിന്റെ ശബ്ദമുണ്ടാക്കിയത് ഞങ്ങളാണ് ഷേർഖാൻ. നിന്നെ ഞങ്ങളുടെ കെണിയിലകപ്പെടുത്താൻ. ഷേർഖാൻ എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് 2 പുലികളും അയാളെ ആക്രമിച്ചു.
സോനുപ്രാവ് അപ്പോൾ അവിടെ പറക്കുന്നുണ്ടായിരുന്നു. അവൻ ഷേർഖാൻ അലറുന്ന ശബ്ദം കേട്ടു. അയ്യോ, ഇത് ഷേർഖാന്റെ ശബ്ദമാണല്ലോ. അവൻ വേഗം ഗുഹയ്ക്കകത്തേക്ക് കയറി. അവനെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് കണ്ടു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്നെ ആക്രമിച്ച് എന്നെ കീഴ്പ്പെടുത്തി. ഓരോരുത്തരായി വന്നിരുന്നെങ്കിൽ ഞാൻ കാണിക്കാമായിരുന്നു ആർക്ക് ഈ ഗതി വരുമെന്ന്. അത് ഞങ്ങൾക്ക് അറിയാം ഷേർഖാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആക്രമിച്ചത്. ദൈവമേ, ഷേർഖാന്റെ ജീവിതം ആപത്തില. എനിക്ക് ഷേർഖാനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സോനുപ്രാവ് ഈ വിവരം വേഗം കാട്ടിലെല്ലാം അറിയിച്ചു. എല്ലാ മൃഗങ്ങളും ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയും ചെയ്തു. നമുക്ക് ഷേർഖാനെ രക്ഷിച്ചേ പറ്റൂ. ഏത് മൃഗങ്ങൾക്ക് പറ്റും ആ 2 പുലികളെ കീഴ്പ്പെടുത്താൻ? എല്ലാവരും പരസ്പരം കൂടിയാലോചിക്കാൻ തുടങ്ങി. എന്നാൽ ആർക്കും ധൈര്യമില്ലായിരുന്നു ആ ഗുഹയ്ക്കകത്തേക്ക് കയറി അവരെ കീഴ്പ്പെടുത്താനായി. അപ്പോൾ കഴുത ചിന്തിച്ചു, ഇതാണ് ശരിയായ അവസരം. നല്ല 1-2 ഡയലോഗ് അടിച്ചിട്ട് ഷേർഖാനെ രക്ഷിക്കാൻ അങ്ങ് പോയേക്കാം. ഗുഹയ്ക്കകത്ത് കയറിയതിന് ശേഷം ഇല കഴിച്ച് മാഞ്ഞു പോകാം. അങ്ങനെ ഷേർഖാനെ എളുപ്പത്തിൽ മോചിതനാക്കാം. അതിനുശേഷം കാട്ടിലെ ഹീറോ ഞാൻ തന്നെ. നിങ്ങളെല്ലാവരും തമ്മിൽ കളിയും പറഞ്ഞിരുന്നോ? ഞാൻ എൻ്റെ രാജാവ് ഷേർഖാനെ രക്ഷിക്കാൻ പോകുക, അതും തനിയെ. ഇതു കേട്ട് എല്ലാ മൃഗങ്ങളും ഞെട്ടിത്തെറിച്ചു. കഴുത വളരെ അഹങ്കാരത്തോടെ ആവേശത്തിൽ പോയി. അവൻ ഗുഹയ്ക്ക് നേരെ നടക്കാൻ തുടങ്ങി. ഗുഹയ്ക്കകത്തേക്ക് കയറിയപ്പോൾ അവൻ കണ്ടു, ഷേർഖാൻ കൂട്ടിലാണ്. 2 പുലികളും അവിടെ തന്നെയുണ്ട്. ഇതെന്താ, ഷേർഖാനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കഴുത വന്നിരിക്കുന്നു. ഈ കഴുതയായിരിക്കും ഇപ്പോൾ നിങ്ങൾ 2 പേരിൽ നിന്നും ഷേർഖാനെ രക്ഷിക്കാൻ പോകുന്നത്. ഓ, നീ അങ്ങനെ ചെയ്യാൻ പോകുവാടോ? അപ്പോൾ കഴുത താൻ മുതുകിലിട്ടിരുന്ന ഇല താഴേക്ക് വീഴ്ത്തി അവരുടെ മുൻപിൽ വെച്ചു തന്നെ അത് നന്നായി കഴിച്ചു. അവർ 2 പേരും ഡങ്കിയെ ഞെട്ടലോടെ നോക്കി. പറയൂ, കാറ്റ് പോയോ നിങ്ങളുടെ? നിങ്ങൾക്കിനി എന്നെ കാണാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞവൻ ഷേർഖാന്റെ കൂടിനടുത്തേക്ക് പോയി അത് തുറക്കാനും തുടങ്ങി. അപ്പോൾ ഗോൾഡി പറഞ്ഞു, നിന്റെ കാട്ടിലിനി എന്തൊക്കെ കാർട്ടൂൺ കാണണം ഷേർഖാൻ, എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ഇതു പറഞ്ഞവൻ ഡങ്കിക്ക് ഒരു അടി കൊടുത്തു. ആ, ഇതെന്താ? നിങ്ങൾക്ക് എങ്ങനെ എന്നെ കാണാൻ പറ്റുന്നു? ഞാൻ ഇല സമയത്തിന് കഴിച്ചതാണല്ലോ. കൂട്ടിൽ കയറി സമാധാനത്തോടെ ചിന്തിക്കേ. വേണ്ട. കൂട്ടുകാരെ, ഡങ്കി ഒരു കഴുതയായിരുന്നിട്ട് പോലും ഷേർഖാനെ രക്ഷിക്കാൻ പോയി. നമ്മൾ ഇത്രയും മൃഗങ്ങൾ ഇവിടെ ഒത്തുകൂടിയിട്ട് പോലും പേടിച്ചിവിടെ ഇരിക്കുക. ആ, നമ്മളും അവരെ സഹായിക്കാൻ പോയേ പറ്റൂ. പോകാം. എല്ലാ മൃഗങ്ങളും കൂട്ടമായി ഗുഹയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കഥ കഴിയാതെ നോക്കണം. നമുക്ക് ഷേർഖാനെ മോചിപ്പിക്കാൻ ഡങ്കിയെയാണ് സഹായിക്കേണ്ടത്. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് തന്നെ ഗുഹയ്ക്കകത്തേക്ക് കയറി. അയ്യോ, ഇതെന്താ ഡങ്കി? അത്രയും വലിയ ഡയലോഗ് അടിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഷേർഖാന്റെ ഒപ്പം നീയും അകപ്പെട്ടു. എന്റെ ദൈവമേ, ഇത്രയും മൃഗങ്ങളോ? കാണ്ടാമൃഗം ഗോൾഡിക്കിട്ടൊരു ഇടി കൊടുത്തു. പിന്നെ ആന പിന്തിക്കും. എന്റെ തമ്പുരാനെ! അടിച്ച് കൊല്ലടാ. എല്ലാവരും ചേർന്നവരെ ഇടിച്ചു പിഴിഞ്ഞു. ഒടുവിൽ 2 സഹോദരങ്ങളും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ ഉറപ്പായും തിരിച്ചു വരും. അവർ പോയതിനു ശേഷം മൃഗങ്ങളെല്ലാം ഷേർഖാനെയും കഴുതയെയും തുറന്നുവിട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾ ധൈര്യം സംഭരിച്ച് എന്നെ രക്ഷിച്ചു. ഡങ്കി, അത്രയും വലിയ വലിയ ഡയലോഗ് നീ ഇവിടെ വന്ന് കുടുങ്ങിക്കിടക്കാനാണോ പറഞ്ഞിട്ട് പോയത്? ഞാൻ മാന്ത്രികയില കഴിച്ചതാണ്. അറിയില്ല ഞാൻ എങ്ങനെ മാഞ്ഞു പോകാതെ ഇരുന്നെന്ന്. ഉറപ്പായും ഈ മാന്ത്രികയില തന്നത് ആ സീബ്രയായിരിക്കും അല്ലേ? നിനക്കെങ്ങനെ അറിയാം? ഒരു സീബ്രയും 2 മുയലുകളും ചേർന്ന് ഇങ്ങനെയാണ് എല്ലാവരെയും കഴുതകളാക്കുന്നത്. നീ ഒന്നാമതേ ഒരു കഴുതയാ, ഇപ്പോൾ വലിയ കഴുതയായി മാറി.
ഇത് കേട്ടതും കഴുത നാണിച്ച് തലകുനിച്ചു. എല്ലാ മൃഗങ്ങളും അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി.